എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ, അതായത് ഓപ്ഷൻസ് ഉൾപ്പെടെ, അതായത് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും, അതായത് ഓപ്ഷൻസ് ഉൾപ്പെടെ മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള അവസരം നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 3 മണി വരെ മാത്രം, അതായത് ജൂൺ 15-ാം തീയതി 3 മണി വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഈ ഒരു നാളെ വൈകുന്നേരം 5 മണി വരെയും പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് നാളെ, അതായത് ജൂൺ 17-ന് വൈകുന്നേരം 3 മണി വരെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, വിദ്യാർത്ഥികളുടെ ആ ഒരു ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതും, അതുപോലെ തന്നെ എഡിറ്റ് ഓർ അൺലോക്ക് എന്നുള്ള ആ ഒരു ബട്ടണിലൂടെ, അതായത് എഡിറ്റ് ഓർ അൺലോക്ക് എന്ന ലിങ്കിലൂടെ ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്താവുന്നതുമാണ്. തിരുത്തലുകൾ വരുത്തിയ ശേഷം പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ അപേക്ഷ പൂർത്തീകരിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രസ്തുത അപേക്ഷകൾ പൂർത്തീകരിക്കുന്നതിനുള്ള അവസരം പിന്നീട് റെഗുലർ വിദ്യാർത്ഥികൾക്ക് റെഗുലർ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ അറിയാതെ നിങ്ങൾ അൺലോക്ക് ഓർ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെക്യൂരിറ്റി കീയും നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അപേക്ഷ കൺഫേം ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. അതിനാൽ തന്നെ ഈ ഒരു അപേക്ഷ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകളായിട്ടുള്ള മാർക്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അത് കൃത്യമാണെന്നും, അതുപോലെ NCC, NSS, SPC, ആർട്സ് ആൻഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെയുള്ള ഇവയ്ക്ക് ഉള്ള വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ +2 തലത്തിൽ ഉള്ളതാണെന്നും, അതുപോലെ നോൺ ക്രിമിലിയർ EWS സംവരണ വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ 2022, 23, 24 വർഷങ്ങളിൽ VHSC NSQF സ്കീമിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾ NSQF ബോർഡാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെക്യൂരിറ്റി കീയും കൂടി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം, അതായത് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷ കൺഫേം ആയി എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റുകൾ, അതായത് ഈ ഒരു 17-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഏകദേശം 20-ാം തീയതിയോടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരാനാണ് സാധ്യത. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.